Hi future doctors. സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിലെ മറ്റൊരു ചാലഞ്ചിങ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ഭാഗമാണ് പോളൻ ഗ്രെയിൻ റിലീസിനെ കുറിച്ച്. ഹൗ മെനി മിയോട്ടിക് ആൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ് ആർ റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ടു സെൽ പോളൻ ഗ്രെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റനിൽ ക്ലിയർ ആയിട്ട് ടു സെൽ സ്റ്റേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മൾ പോളൻ ഗ്രെയിൻ റിലീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിൻ, അതായത് നമ്മുടെ മെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെ, റിലീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 60% ഓഫ് angiosperms'il pollen grain is released at the two-celled stage'ilana release ചെയ്യുന്നത്. 40% angiosperms'il pollen grain is released at the three-celled stage. Okay, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടു സെൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെല്ല്, ഓക്കെ, അതിന്റെ ലാർജ് ന്യൂക്ലിയസ്, അതിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ചെറിയ ജനറേറ്റീവ് സെല്ലും ന്യൂക്ലിയസും അങ്ങനെയാണ് ഉണ്ടാവുക. ത്രീ സെൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേംസിൽ നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പൊ എന്താണെങ്കിലും രണ്ട് മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഓൾറെഡി ഇവിടെ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഒന്നും കൂടി ഡിവൈഡ് ചെയ്ത് രണ്ട് മെയിൽ ഗ്യാമേറ്റ്സ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇസ്ന്റ് ഇറ്റ്? അതായത് ഇവിടെ ഒരു മെയിൽ ഗ്യാമേറ്റ്, ഇവിടെ രണ്ട് മെയിൽ ഗാമേറ്റ് ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പോളൻ റിലീസ് നടക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, എത്ര ഡിവിഷൻസ് വേണം ഇതൊക്കെ കിട്ടാനാണ്. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ നമ്മുടെ പോളൻ മദർ സെൽ അല്ലെ, നമ്മുടെ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ ആദ്യം മിയോസിസ് നടത്തും. മിയോസിസ് 1, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മൈക്രോസ്പോർ ഡയാഡ് കിട്ടും. ഇത് ഡിപ്ലോയിഡ് ആണ്, ഇത് രണ്ട് ഹാപ്ലോയിഡ് കിട്ടും. വീണ്ടും മിയോസിസ് 2 നടത്തും. isn't it? I hope the concept is clear to you guys. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 4 ഹാപ്ലോയിഡ് കിട്ടും അല്ലെ, N. കറക്റ്റ്. അതിൽ ഓരോരുത്തരും ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് മെച്ചർ ആവാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരാൾക്ക് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഓരോരുത്തരും മൈറ്റോസിസ് നടത്തും. isn't it? ഇത് ഒരു എന്താ പറയുക, മൈക്രോസ്പോർ ആണ്. ഈ ഹാപ്ലോയിഡ് മൈക്രോസ്പോർ അൺഈക്വൽ മൈറ്റോസിസ് ആണ് ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു അൺഈക്വൽ ഡിവിഷൻ. അപ്പം ഇവിടെ ആദ്യത്തെ മൈറ്റോസിസ് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു വെജിറ്റേറ്റീവ് സെൽ വിത്ത് ഇറ്റ്സ് ന്യൂക്ലിയസ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ ഒരു ജനറേറ്റീവ് സെൽ, അതിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ തന്നെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു സെല്ലും അതിന്റെ ന്യൂക്ലിയസുമായിട്ട് കിട്ടും. അതായത് ഒരു അൺഈക്വൽ മൈറ്റോസിസ് ആണ് നടന്നത്. അതുകൊണ്ടാണ് ഒന്നും ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും കിട്ടുന്നത്. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളൻ ഗ്രെയിന്റെ ടു സെൽഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ടു സെൽ സ്റ്റേജ്. പക്ഷെ ഇനി ഇവിടെ ഒരു മൈറ്റോസിസും കൂടി നടത്തും. ഇപ്പൊ ഇതൊരു 40% ആൻജിയോസ്പേംസിൽ 3 സെൽ സ്റ്റേജിലാണ് റിലീസ് ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ. അപ്പൊ ഇവിടെ ഒരു മൈറ്റോസിസും കൂടെ നടക്കും. പക്ഷെ ഇവിടെ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നത് ജനറേറ്റീവ് സെല്ല് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ജനറേറ്റീവ് സെൽ ഫർദർ ഡിവൈഡ്സ്. കാരണം ജനറേറ്റീവ് സെല്ലാണ് എന്ത്, നമ്മുടെ മെയിൽ ഗാമറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. isn't it? ഫർദർ ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വെജിറ്റേറ്റീവ് സെൽ വിത്ത് ലാർജ് ന്യൂക്ലിയസ് ആൻഡ് ഒരു ജനറേറ്റീവ് സെൽ ആൻഡ് രണ്ട് മെയിൽ ഗാമേറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ന്യൂക്ലിയസ് നമുക്ക് അവിടെ കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 3 സെൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മിയോട്ടിക് ആൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ് ആർ റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ടു സെൽ പോളൻ ഗ്രെയിൻ. ഒരു മെച്യൂർ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു 3 സെൽ സ്റ്റേജിലുള്ള പോളൻ ഗ്രെയിൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 2 സെൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു മിയോസിസും അല്ലെ, മിയോസിസ് 1ഉം 2ഉം കൂടെ കൂടുന്നതാണല്ലോ 1 മിയോസിസ് ആൻഡ് 1 മൈറ്റോസിസ് അല്ലെ. യെസ്, ഒരു മിയോസിസ്, ഇത് ഫസ്റ്റ് മിയോസിസ് ആൻഡ് ഈ മൈറ്റോസിസ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 സെൽ സ്റ്റേജ് കിട്ടി. അത് കഴിഞ്ഞ് ഒരു മൈറ്റോസിസും കൂടി നടക്കുമ്പോഴാണ് നമുക്ക് 3 സെൽ സ്റ്റേജ് കിട്ടുന്നത്. അപ്പം ഇപ്പൊ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് 3 സെൽ സ്റ്റേജ്, നമ്മൾ എന്ത് ആൻസർ ചെയ്യും, 1 മിയോസിസ് ആൻഡ് 2 മൈറ്റോസിസ് ആൻസർ ചെയ്യും. ഇഫ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് 3 സെൽ സ്റ്റേജ് എന്ന് ചോദിക്കാം, മെച്ചർ പോളൻ ഗ്രെയിൻ എന്ന് ചോദിക്കാം. ഇഫ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് 2 സെൽ സ്റ്റേജ്, നമ്മൾ എന്ത് ആൻസർ ചെയ്യും, 1 മിയോസിസ് ആൻഡ് 1 മൈറ്റോസിസ് എന്ന് ആൻസർ ചെയ്യും. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ഈസി അല്ലേ. ഓക്കെ, അപ്പൊ 1 മിയോസിസ് ആൻഡ് 1 മൈറ്റോസിസ് റെസ്പെക്റ്റീവ്ലി എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. അപ്പം ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇവിടെ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇനി ഇൻ കേസ് ഈ പോളൻ ഗ്രെയിൻ 2 സെൽ സ്റ്റേജിലാണ് റിലീസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓക്കെ, അതിനെ എപ്പോഴാണ് അപ്പോ പിന്നെ അത് 3 സെല്ലിലേക്ക് മാറുക. കാരണം ആൻജിയോസ്പേംസിൽ നടക്കുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. രണ്ട് ഫ്യൂഷൻ എന്താണെന്ന് നടക്കണമെന്ന് അറിയാം അല്ലെ. അപ്പോ ഈ പോളൻ ഗ്രെയിൻ പോയി സ്റ്റിഗ്മയിൽ ജെർമിനേറ്റ് ചെയ്യുന്നത് പോളൻ ട്യൂബിൽ കൂടി താഴേക്ക് പോവില്ലേ. ആ സമയത്ത് ജനറേറ്റീവ് സെല്ല് ഒന്നും കൂടി ഡിവൈഡ് ചെയ്ത് രണ്ട് ന്യൂക്ലിയസസ്, രണ്ട് മെയിൽ ഗാമറ്റ്സ് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്
40% ആൻജിയോസ്പേംസിൽ 3 സെൽ സ്റ്റേജ് ആണ്, പ്രശ്നമില്ല. പക്ഷെ മെജോറിറ്റി 60% ആൻജിയോസ്പേംസിലും ഈ ഡിവിഷൻ നടക്കുക പോളൻ ട്യൂബ് ഫോർമേഷന്റെ സമയത്താണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഡിപ്ലോയിഡ് ഫീമെയിൽ പ്ലാന്റ് ഇസ് ക്രോസ്ഡ് വിത്ത് എ ടെട്രാപ്ലോയിഡ് മെയിൽ പ്ലാന്റ്. വാട്ട് ഈസ് ദ പ്ലോയിഡി ലെവൽ ഓഫ് എൻഡോസ്പേം ആൻഡ് എംബ്രിയോ ഓഫ് ദ റിസൾട്ടന്റ് സീഡ്? ഓക്കെ, വെരി നമുക്ക് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മെയിൽ പ്ലാന്റ് ടെട്രാപ്ലോയിഡ് ആണ്. കറക്റ്റ്, യെസ്. അതുപോലെ ഫീമെയിൽ പ്ലാന്റ് ഇവിടെ ഡിപ്ലോയിഡ് ആണ്. ക്വസ്റ്റ്യനോട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എൻഡോസ്പേമും എംബ്രിയോയിഡും, അതായത് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന എൻഡോസ്പേമിന്റെയും എംബ്രിയോയിഡും പ്ലോയിഡി എന്നാണ്. പ്ലോയിഡി എന്ന് വെച്ചാൽ എന്താ? ഒരു സെല്ലിലുള്ള നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോം ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ മെയിൽ പ്ലാന്റിലാണ് നമ്മുടെ പോളൻ മദർ സെൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ പോളൻ മദർ സെല്ലും ടെട്രാപ്ലോയിഡ് ആയിരിക്കും. ടെട്രാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പോളൻ മദർ സെൽ ഒരു മിയോസിസ് നടത്തിയാൽ ഓക്കെ, നമുക്ക് കിട്ടുന്ന പോളൻ ഗ്രെയിൻ എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഇസ്ന്റ് ഇറ്റ്? അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന മെയിൽ ഗാമെറ്റും ഡിപ്ലോയിഡ് ആയിരിക്കും. ഒരു അബ്നോർമൽ കേസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതുപോലെ ഫീമെയിൽ പ്ലാന്റിൽ നമുക്ക് ഫോം ചെയ്യുന്ന നമ്മുടെ മേഗസ്പോർ മദർ സെല്ല് ഇവിടെ ഡിപ്ലോയിഡ് ആണ്. ഇത് നോർമൽ കേസ് ആണ്. അവിടെ മിയോസിസ് നടത്തി നമുക്ക് നമ്മുടെ എംബ്രിയോ സാക്ക് കിട്ടും. എംബ്രിയോ സാക്കിലെ സെൽസ് എല്ലാം ഇവിടെ ഹാപ്ലോയിഡ് ആയിരിക്കും. അതിന്റെ ഉള്ളിലുള്ള നമ്മുടെ എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നതും ഇവിടെ ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണെന്ന് നമുക്കറിയാം അല്ലെ. ആദ്യത്തെ ഫ്യൂഷൻ എന്താ? നമ്മുടെ ഒരു മെയിൽ ഗാമേറ്റ്. അപ്പൊ ഇവിടെ മെയിൽ ഗാമേറ്റ് ഡിപ്ലോയിഡ് ആണ്, വിൽ ഗോ ആൻഡ് ഫ്യൂസ് വിത്ത് ദ ഫീമെയിൽ ഗാമേറ്റ്. അപ്പൊ നമുക്ക് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള നമ്മുടെ എംബ്രിയോ കിട്ടും. അതായത് ആദ്യം സൈഗോട്ട് കിട്ടും, സൈഗോട്ട് വിൽ ബിക്കം ദി എംബ്രിയോ. കറക്റ്റ്, യെസ്. രണ്ടാമത്തെ ഡിപ്ലോയിഡ് മെയിൽ ഗാമേറ്റ് പോയിട്ട് പോളാർ ന്യൂക്ലിയയുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. isn't it? പോളാർ ന്യൂക്ലിയയുടെ പ്ലോയിഡി എന്താണ്? ജസ്റ്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ പോളാർ ന്യൂക്ലിയായി ഫ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും നമുക്കറിയാം അല്ലെ. പോളാർ ന്യൂക്ലിയായി ശരിക്കും N ആയിട്ടാണ് ഇരിക്കുക. ജസ്റ്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ അവർ ഫ്യൂസ് ചെയ്തിട്ട് എന്താകും? സെക്കൻഡറി ന്യൂക്ലിയൈ ആകും. അത് ഡിപ്ലോയിഡ് ആണ്. isn't it? അപ്പൊ 2N പ്ലസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് ഇവിടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? ടെട്രാപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പേം ആയിരിക്കും ഈ ഒരു കേസിൽ കിട്ടുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ എൻഡോസ്പേം ടെട്രാപ്ലോയിഡും എംബ്രിയോ ഈ ഒരു കേസിൽ എംബ്രിയോ ട്രിപ്ലോയിഡും ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ വരിക എന്താണ്? 4N and 3N ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഒരു 1 minute പോലും ലെസ് ദാൻ 1 minute എടുക്കുള്ളൂ ശരിക്കും ഇത് സോൾവ് ചെയ്യാൻ, ഇഫ് യു ആക്ച്വലി നോ ദ കോൺസെപ്റ്റ്. സോ ഐ ഹോപ്പ് ദിസ് സ്മോൾ സെഷൻ വാസ് ഹെൽപ്ഫുൾ. ഇനിയും ഇതുപോലെയുള്ള ചലഞ്ചിങ് ക്വസ്റ്റൻസ് മക്കൾക്ക് ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്.